തോണ്ട വരുന്നുണ്ട്, ചോദിക്കാം. എവിടെ പോയതാ അമ്മേ? ഞാൻ നിന്നോട് പറയാ മറന്നുപോയിരുന്നു. കൊച്ചിനെ ഉറക്കമില്ലായിരുന്നു, അവള് പറഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോ അമ്മയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. വിളിച്ചായിരുന്നു അച്ഛനാണ്ട് അപ്പുറത്തെ വീട് വരെ വന്നു. അപ്പുറത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കയ്യിലെന്നാ പൊതി കൊണ്ട് വന്നു. അച്ഛൻ വിളിച്ചതാ. എന്നതാ പൊതിക്കാത്ത? ആ ഇതിട്ട് കാണിക്കാവേ. റംബൂട്ടാൻ അച്ഛൻ എവിടുന്നാന്ന് അറിയത്തില്ല. അച്ഛൻ കൊണ്ട് തന്നിട്ട് വിളിച്ചു ഇങ്ങോട്ട് വാതേ ഇവിടം വരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛൻ കൊണ്ട് തന്നതേ. കൊള്ളാല്ലേ? നിങ്ങളുടെ ഒക്കെ ഉണ്ടോ അവിടെ റംബൂട്ടാൻ? നമ്മളെഴുതുന്ന റംബൂട്ടാനെന്നാ കേട്ടോ പറയുന്നത്, വേറെ സ്ഥലത്ത് വേറെ പേര്. ലിച്ചി എന്നൊക്കെ പറയുന്നിടമുണ്ട്. ഹൈ ഹൈ ഹൈ, നല്ല പഴുത്താണല്ലോ, നല്ല പഴുത്ത സാധനമാണ്. നല്ല പഴുത്ത റംബൂട്ടാനുണ്ട്. വേണോ? എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതൊക്കെ തരാനുള്ളൂ. ഞങ്ങൾ വലിയ ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ ചെറിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ തരാനുള്ളൂ. ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് നിന്നപ്പം ചേട്ടൻ വിളിച്ചു, എടീ അപ്പുറത്തെ വീടിൻ്റെ അവിടം വരെ ഞാൻ വരാം, നീ ഒരു സാധനം തരാം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് ഞാൻ മേടിക്കാൻ വേണ്ടി ഞാൻ അപ്പുറം വരെ പോയതാ. ഇവളോട് പറഞ്ഞില്ല, മറന്നുപോയല്ല. അവൾ കൊച്ചിനെ ഉറക്കുമായിരുന്നു. വെറുതെ അവളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ നോക്കിട്ട് കാണുന്നില്ല. ഫോണും എടുത്തില്ല. തൊട്ടും ഞാൻ അമ്മ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പുറത്തോട്ട് പോയിട്ട് മേടിച്ചോണ്ട് വന്നാ. എന്തേ റംബൂട്ടാൻ കൊണ്ടുവന്നു. എല്ലാവരും കൂടെ കൂടി വൈകിട്ടിരുന്ന് ഞങ്ങളത് കഴിക്കും. എല്ലാവർക്കും നിങ്ങൾക്ക് റംബൂട്ടാൻ വേണമെങ്കിൽ വാ, വേണ്ടേ റംബൂട്ടാൻ എല്ലാവർക്കും ഉള്ളതിന്റെ വീതം എല്ലാവർക്കും ഞങ്ങൾ തരും. ഞങ്ങൾ അങ്ങനെ ഒന്നും പാത്ത് വെക്കത്തില്ല, ഞങ്ങളെല്ലാം കൊടുക്കും. ഞങ്ങൾ അതായത് ഞങ്ങൾക്ക് ഒരുപാട് ഒന്നും ഇല്ല, ഉള്ളത് എല്ലാവർക്കും തരണം കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു മനസ്സുള്ളവരാണ് ഞങ്ങളെ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊന്നും ആരും വിഷമിക്കേണ്ട. ഞങ്ങൾക്കുള്ളതിന്റെ വീതം എല്ലാവർക്കും ഞങ്ങൾ തരാം കേട്ടോ. എല്ലാവരും ഒരു വായോ ഇത് വന്ന് മേടിച്ചു.